ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലോജിസ്റ്റിക്സ് സീക്രട്സ് എന്ന ബുക്ക് വാങ്ങിക്കാം. അതുപോലെ കേരളത്തിലെ സ്റ്റുഡൻസ് എൻ്റെ ഈ വീഡിയോസ് വാച്ച് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സ്റ്റുഡൻസിന് മാക്സിമം ഷെയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് റീ ഇമ്പോർട്ട്. അതായത് നമ്മൾ മുന്നേ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ഏതെങ്കിലും കാരണത്താൽ തിരിച്ച് കൊണ്ടുവരുന്നതിനെ പറയുന്നതാണ് റീ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിപ്പാർട്ട്മെന്റൽ ഹൈറാർക്കി ഡ്യൂറിങ് എ പ്രൊഡക്റ്റ് ലോഞ്ച്. ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം നടക്കുന്നത് മാനേജ്മെന്റ് മീറ്റിംഗ് ആയിരിക്കും വിത്ത് അസോസിയേറ്റ് മാനേജ്മെന്റ്. അസോസിയേറ്റ് മാനേജ്മെന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഫിനാൻസ് ഉണ്ടാവും, പ്രൊക്യൂർമെന്റ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, എഞ്ചിനീയറിംഗ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും ആദ്യം ഉണ്ടാകുക. പിന്നെ പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസ് കമ്പാരിസൺ വിത്ത് അതർ മാർക്കറ്റ്, അത് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ജോലിയാണ്. അടുത്തത് BOM ബൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ബിൽ ഓഫ് മെറ്റീരിയൽ, നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കും. ഇനി വരുമ്പോൾ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് വരുമ്പോൾ അതിനൊരു ബിൽ ഓഫ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ജോലി അത് പ്രൊഡക്ഷനാണ് ചെയ്യുന്നത്. ബിൽ ഓഫ് മെറ്റീരിയൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് കൺഫർമേഷൻ ബൈ ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ്, അത് അവരുടെ ജോലിയാണ്. അത് ഫിനാൻസ് ആണ്. BOM കൊടുത്തതിന് ശേഷം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ചൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ എൻക്വയറി ഡീറ്റെയിൽസ് വെയർ ഹൗസിൽ വരും. അപ്പോൾ PR റേസ് ചെയ്യേണ്ട ജോലി, PR നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? പർച്ചേസ് റിക്വസ്റ്റ് റേസ് ബൈ വെയർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ്. ഇത് കഴിഞ്ഞാൽ അത് പ്രൊക്യൂർമെന്റിൽ പോവും. PO ക്രിയേഷൻ ബൈ പ്രൊക്യൂർമെന്റ് അല്ലേ? പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് സപ്ലയർക്ക് വിടും. കറക്റ്റ്. അടുത്തതും വെയർ ഹൗസിൻ്റെ ജോലിയാണ്. റിസീവിങ് ആൻഡ് സ്റ്റോറിങ് ബൈ വെയർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ്. ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്ന പ്രൊഡക്ഷനാണ്. RM to FG കൺവേർഷൻ ബൈ പ്രൊഡക്ഷൻ. RM എന്ന് വെച്ചാൽ റോ മെറ്റീരിയലിൽ നിന്നും FG ഫിനിഷ് ഗുഡ്സിലേക്കുള്ള കൺവേർഷൻ നടത്തുന്നത് പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. FG റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ജോലിയാണ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ. ചെക്കിംഗ് ദ ക്വാളിറ്റി ബൈ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്, ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷനോ റെക്ടിഫിക്കേഷനോ ബൈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇത് കഴിഞ്ഞാൽ ഈ ബോൾ നേരെ പോകുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അല്ലേ? ഓർഡർ ടേക്കിംഗ് ഫ്രം ദ കസ്റ്റമർ ഫ്രം ദ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് ലോജിസ്റ്റിക്സിൻ്റെ ആണ്. ഡെലിവറി ടു കസ്റ്റമർ ബൈ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് മണി കളക്ഷൻ ബൈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് ഫുൾ സപ്പോർട്ടുമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് അല്ലേ? എല്ലാവരെയും കണക്ട് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് IT ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പം ഇങ്ങനെയാണ് ഒരു പുതിയൊരു പ്രൊഡക്റ്റ്, ന്യൂ ലോഞ്ച് ഓഫ് എ പ്രൊഡക്റ്റ് വരുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടി കോർത്ത് പിടിച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇതിന് നിങ്ങളൊരു സീനിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീറ്റിംഗൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ലോജിസ്റ്റിക്സ് സീക്രട്സ് അത് 1000+ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാവുന്ന ഉത്തരങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ബുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കുക, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.